ഹലോ ഡിയർ ലോ ആസ്പിരൻസ്, ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7 days to CLE എന്ന വീഡിയോ സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഏരിയയിൽ ഇഡിയംസ് എന്ന് പറയുന്ന അല്ലേ, നിങ്ങൾക്ക് ഇഡിയംസ് അറിയാം, കോമൺ ആയിട്ടുള്ളതാണ്. ഇഡിയംസ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇഡിയംസിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരാൻ സാധ്യതയുള്ള ഒരുവിധം പാറ്റേണിലൊക്കെ വരുന്ന ഒരു 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 10 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കണക്റ്റഡ് ആയിട്ട് ഞാൻ കുറച്ച് ഇഡിയംസും കൂടി പറയാം. അപ്പോൾ അത്തരത്തിൽ ഒരു കോണ്ടൻ്റാണ് നമ്മൾ ഇന്ന് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യാറുണ്ട്. അത് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. സോ ഇഡിയംസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പക്ഷേ ഇഡിയംസ് എന്ത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളിലൂടെ ഇഡിയംസ് എന്ത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ അറ്റ്സി എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇഡിയം. അറ്റ്സി ഓപ്ഷൻസ് നോക്കാം. സ്റ്റേ കാം, അറ്റ് ദി റൈറ്റ് ടൈം, കൺഫ്യൂസ്ഡ്, റെയർലി. പലരും ഈ ഇഡിയംസ് കണ്ടെത്താറുള്ളത് വാക്കുകൾ കണക്റ്റൊക്കെ ചെയ്തിട്ടാണ്. ഇതിൽ അറ്റുണ്ട്, അപ്പോൾ ഇതിൽ അറ്റുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത് അറ്റാവും, അങ്ങനെ അറ്റാവില്ല. അതല്ല ഇഡിയംസ് കണ്ടെത്തേണ്ട ഒരു രീതി. ഇഡിയംസ് നമ്മൾ അതിൻ്റെ ഒരു മീനിങ്, അതിൻ്റെ ഒരു എസൻസ് മനസ്സിലാക്കിയിട്ട് ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അയാം അച്ചി, നിങ്ങളൊരു കടലിൻ്റെ നടുവിൽ കൊണ്ടുപോയണമെങ്കിൽ ഇട്ടു എന്ന് വിചാരിക്കുക. കടലിൻ്റെ നടുവിൽ രാത്രി ഒരു 12:45 അല്ലെങ്കിൽ 1 മണിക്ക് നിങ്ങളെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെന്താവും? ഇപ്പോൾ നമ്മൾ കണ്ടു രാജ്യത്തെ അല്ലേ, നമ്മുടെ സംസ്ഥാനത്തിന് വലിയൊരു പ്രളയം ഉണ്ടായി. ആ പ്രളയം അതിജീവിച്ച അല്ലേ, നമ്മൾ ഒരുമിച്ച് കേരളം മൊത്തം അതിനെ അതിജീവിച്ചിട്ടുണ്ട്. ആ അതിജീവനത്തിൽ നിന്നും പുറത്തു വന്ന ആളുകളൊക്കെ നമ്മളടുത്ത് വാർത്തകളിലൂടെയും മറ്റുമൊക്കെ പറഞ്ഞ് രാത്രി എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. കാരണം കല്ലും മണ്ണും എല്ലാം കൂടി ഒഴുകി ഒരു വരവായിരുന്നു. അപ്പം വെള്ളവും ഇങ്ങനത്തെ സംഗതികളൊക്കെ വരുന്ന സമയത്ത് വിൽ ബി അറ്റ് സീ. നമുക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെയുള്ള പെർപ്ലെക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ പറയുന്നതാണ് അറ്റ് സീ. അപ്പോൾ അറ്റ് സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് എന്നാണ് അർത്ഥം. ഐ എം കൺഫ്യൂസ്ഡ്, ഐ എം അറ്റ് സീ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളെ കടലിൽ കൊണ്ടുപോയിട്ടാൽ നിങ്ങളെ അവസ്ഥ എന്താവും എന്ന് ഓർത്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഉത്തരം കിട്ടും. അപ്പോൾ അറ്റ് സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് എന്നാണ് അർത്ഥം, മനസ്സിലാക്കി വെച്ചോളുക. അതുപോലെ തന്നെ സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ അല്ലേ, സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ, അത് ആ വാക്കിൽ തന്നെ ഉണ്ട്. കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു എന്ന് പറഞ്ഞാൽ ആ വാർത്ത കാട്ടുതീ പോലെ എല്ലായിടത്തും എത്തി എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ക്വിക്ക്ലിയാണ്, പെട്ടെന്ന് ആളുകളിലേക്ക് എത്തി, ഒരുപാട് ആളുകൾ അറിഞ്ഞു. അറ്റാക്കിംഗ് അല്ല, ബേണിംഗ് ഓൺ ഹോം അല്ല, ടു ലീൻ അല്ല, അതൊന്നും അല്ല, സ്പ്രെഡ് ക്വിക്ക്ലി. സോ ദ ന്യൂസ് സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ, ആ വാർത്ത കാട്ടുതീ പോലെയാണ് പടർന്നു പിടിച്ചത്, എല്ലാവരും അറിഞ്ഞത് എന്ന് പറയുന്നിടത്താണ് സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ എന്നുള്ളത് ഉപയോഗിക്കുക. ഇഡിയം പഠിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന ഇഡിയത്തിന് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു ഇഡിയം പഠിച്ചു, അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വീട്ടിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക, വീട്ടിൽ പറഞ്ഞു നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പറയുന്ന സമയത്ത് കുറച്ചും കൂടി നിങ്ങളുടെ ഓർമ്മയിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരാളുമായിട്ട് തെറ്റുക, അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ഇഡിയമുണ്ട്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനിൽ പറയും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര ഈസിയാണ്, ഭയങ്കര എളുപ്പമാണ്, അപ്പോൾ നിങ്ങളത് പറയാം. ഇംഗ്ലീഷ് ഇറ്റ്സ് ആസ് ഈസി ആസ് ABC പോലെ സുന്ദരമാണ്, അല്ലെങ്കിൽ ABC പോലെ ഈസിയാണ്. ABC പറയാൻ ഭയങ്കര എളുപ്പമാണ്, ABCD EFG അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ആസ് ഈസി ആസ് ABC എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് ഇതൊരു വളരെ ഈസി ടാസ്ക്കാണ് എന്ന് പറയുന്നതിനൊരു ഇഡിയമുണ്ട്. ആ ഇഡിയം ഏതാണെന്ന് കണ്ടെത്തുക, നിങ്ങൾ കോമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു. വളരെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്നത്, ഇതെനിക്ക് ഭയങ്കര ഒരു ഈസി ടാസ്ക്കാണ്, ഇറ്റ്സ് എ സിമ്പിൾ തിങ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇഡിയം യൂസ് ചെയ്യാറുണ്ട്. ആ ഇഡിയം ഏതെന്ന് കണ്ടെത്തുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ഇഡിയം നോക്കാം അല്ലേ. 3ാമത്തെ ഇഡിയം, വെൻ പിഗ്സ് ഫ്ലൈ. ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ് അല്ലേ. പന്നി പറക്കുമോ? പന്നി പറക്കാറുണ്ടോ? കാക്ക പറക്കും, കൊക്ക് പറക്കും, താറാവ് വേണമെങ്കിൽ പറക്കും അല്ലേ, കുറച്ചെങ്കിലും ചെറിയൊരു ഡിസ്റ്റൻസിലൊക്കെ ചിലപ്പോൾ പറന്നേക്കാം. മയിൽ പറക്കും, ഒരു ചെറിയ ഡിസ്റ്റൻസിൽ പറന്നേക്കാം. പക്ഷേ പന്നി പറക്കുമോ? പന്നി പറക്കില്ല. അപ്പോൾ വെൻ പിഗ്സ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാത്തത് അല്ലേ, സംതിങ് ദാറ്റ് വിൽ നെവർ ഹാപ്പൻ, ഒരിക്കലും സംഭവിക്കില്ല. ഫ്ലൈയിങ് വിത്ത് ഡ്രീംസ് അല്ല, റെയിനിങ് ഹെവിലി അല്ല, ടു ഡിസ്ക്ലോസ് എ സീക്രട്ട് അല്ല. ഇതൊക്കെ പല ഇഡിയത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ടു ഫ്ലൈയിങ് വിത്ത് കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സക്സസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്നൊക്കെ പറയും. ഹി സെലിബ്രേറ്റഡ് ഇറ്റ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്, ഭയങ്കര സക്സസ് ഉണ്ടായി എന്ന് പറയുന്നിടത്ത്. അതുപോലെ ഇറ്റ് റെയിൻ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയാറുണ്ട്. ഇറ്റ് റെയിൻ ഹെവിലി എന്ന് പറയാൻ വേണ്ടിയിട്ട് റെയിൻ കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, റെയിനിങ് ഹെവിലി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും ഇഡിയത്തിൻ്റെ ഓപ്ഷൻസിൽ കാണാറുള്ള, ക്ലീയുടെ ചോദ്യപേപ്പറിൽ തന്നെ പലപ്പോഴും വന്നിട്ടുള്ള ഇഡിയമാണ് റെയിൻ കാറ്റ്സ് ആൻഡ് ഡോഗ്സും. അതുപോലെ തന്നെ
പിന്നെ വിത്ത് ഫ്ലൈയിങ് കളേഴ്സൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇത് പലപ്പോഴും ഓപ്ഷൻസിൽ കാണുന്നത് തന്നെയാണ്. ഇത് ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുമ്പം പഴയ പേപ്പറുകൾ റെഫർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. അതൊക്കെ മുൻ വർഷത്തെ ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വെൻ പിഗ്സ് ഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ദാറ്റ് വിൽ നെവർ ഹാപ്പൻ എന്നാണ് അർത്ഥം. മനസ്സിലാക്കി വെച്ചോളുക. ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറയുക. ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ഓപ്ഷൻ എ വർക്കിംഗ് ലേറ്റ് നൈറ്റ്, ഓപ്ഷൻ ബി ബീറ്റൺ ഹാർഡ്, ഓപ്ഷൻ സി ഗോ ടു ബെഡ്, ഓപ്ഷൻ ഡി ടു സ്റ്റാർട്ട് ഓൾ ഓവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ, നിങ്ങൾ ഒരാൾ അടിച്ചു, ഭയങ്കരമായിട്ട് അടിച്ചു, വേദനിപ്പിച്ച്, പരിക്കേൽപ്പിച്ചു. ഒരു 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള പാടുകൾ എങ്ങനെയാണ് വരിക? അതിങ്ങനെ കല്ലിക്കും അല്ലേ? നമ്മൾ കല്ലിക്കുക എന്നാണ് നമ്മൾ കൊളോക്കിയിലൊക്കെ പറയുക. അതായത് ഒരു കറുപ്പും നീലയും കൂടി ചേർന്ന ഒരു കളറാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക. അതിനെയാണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പറയാം കേട്ടോ. അതിനെയാണ് എന്നല്ല, ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്നുള്ളത് അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അടിയേറ്റ് പരിക്കേറ്റ് നിൽക്കുന്ന അവസ്ഥയിൽ ബ്ലാക്ക് ബ്ലൂ കളർ ഇതാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക എന്ന് ഓർക്കുമ്പോൾ ഇഡിയത്തിൻ്റെ മീനിങ് ബീറ്റൺ ഹാർഡ് എന്നുള്ളതാണെന്ന് മനസ്സിലാവും. ബീറ്റൺ ഹാർഡ് എന്നുള്ളതാണെന്ന് മനസ്സിലാവും. അപ്പം ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ബീറ്റൺ ഹാർഡ് എന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് ഹേർഡ് ഇറ്റ് ഓൺ ദി ഗ്രേപ്പ് വൈൻ. ഹേർഡ് ഇറ്റ് ഓൺ ദി ഗ്രേപ്പ് വൈൻ. ഐ ഹേർഡ് ഇറ്റ് ഓൺ ദി ഗ്രേപ്പ് വൈൻ. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഐ ഹേർഡ് ഇറ്റ് ആസ് എ റൂമർ. അല്ലെങ്കിൽ ഹേർഡ് എ റൂമർ, ലിസൺ ടു എ നോട്ടീസ്, നൺ ഓഫ് ദി അബോവ്. എന്താണ് കറക്റ്റ് ആൻസർ? ഐ ഹേർഡ് ഇറ്റ് ആസ് എ ഹ്യൂമർ. ഒരു റൂമർ പോലെ ഞാൻ കേട്ട എന്തോ ഒന്നാണ്. ഐ ഹേർഡ് ഇറ്റ് ഓൺ ദി ഗ്രേപ്പ് വൈൻ മീൻസ് ഐ ഹേർഡ് ഇറ്റ് ആസ് എ റൂമർ എന്നാണ് ഐഡിയത്തിൻ്റെ അർത്ഥം. മനസ്സിലാക്കി വെച്ചോളുക. പലപ്പോഴും ചോദ്യപേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഓർമ്മ ശരിയാണെങ്കിൽ 2013 DUയിലൊക്കെ പേപ്പറിൽ ഹേർഡ് ഇറ്റ് ഓൺ ദി ഗ്രേപ്പ് വൈൻ 13 or 12 അതെനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ കിട്ടുന്നില്ല. ഇഫ് മൈ മെമ്മറി സെർവ്സ് മീ റൈറ്റ് 2013 അതിൽ ഹേർഡ് ഇറ്റ് ഓൺ ദി ഗ്രേപ്പ് വൈൻ എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. അതുപോലെ ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സാഡായിട്ടിരിക്കുക, വിഷമിച്ചിട്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ആരോഗ്യ പ്രശ്നമുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ള ആളുകൾ ഡിപ്രസ്ഡ് സ്റ്റേറ്റിലിരിക്കുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഫീലിംഗ് സാഡ് എന്നാണ് അർത്ഥം. ഫീലിംഗ് സാഡ്, ഹി ഫീൽസ് സാഡ്. അപ്പോൾ ഹി ഫീൽസ് ബ്ലൂ, ഭയങ്കര എന്താ പറയുക, ലോൺലി ആയിട്ടിരിക്കുക. അപ്പോൾ ലോൺലി എന്നുള്ളത് നമുക്ക് ആൻസറായിട്ട് എഴുതാം, പ്രൊവൈഡഡ് ഫീലിംഗ് സാഡ് ഓപ്ഷൻസിലില്ലെങ്കിൽ ലോൺലി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാലും തെറ്റില്ല. അതായത് ബേസിക്കലി മനസ്സിനൊരു വിഷമം ഉള്ളിൽ വെച്ചിട്ട് ക്യാരി ചെയ്തിട്ടിരിക്കുന്ന ആളെയാണ് ഫീലിംഗ് ബ്ലൂ എന്ന് പറയാം. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്ന ആളെയാണ് ഫീലിംഗ് ബ്ലൂ എന്ന് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ടു ബി ടൈറ്റ് ഫിസ്റ്റഡ്. എന്താ ടു ബി ടൈറ്റ് ഫിസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു ചായക്ക് പോയിട്ട് ചായക്കടയിൽ പോകുമ്പോൾ നിങ്ങളെ കൈ നിങ്ങളിങ്ങനെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, മുഷ്ടി ചുരുട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായക്കടയിൽ പോയി നമ്മൾ ചായ കുടിച്ചു. ബില്ല് കൊടുക്കാൻ നേരത്ത് നിങ്ങൾ കൈ ഇങ്ങനെ ചുരുട്ടി തന്നെയാണ് പിടിക്കുന്നതെങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലാവും, ഞാൻ പൈസ കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കും. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതെന്നാണ്, നിങ്ങൾ ടൈറ്റ് ഫിസ്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ പൈസ ചിലവാക്കാൻ മടിയുള്ളതാണ്. ഇത് തുറന്ന് പോക്കറ്റിൽ കൈയിട്ട് അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കൊടുത്താലല്ലേ പൈസ ആവുള്ളൂ, അപ്പോഴല്ലേ ചായൻ്റെ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ടൈറ്റ് ഫിസ്റ്റഡ്, ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാനാണ് കേട്ടോ. ഇങ്ങനെ കണക്ട് ചെയ്താൽ സുഖമാണ്. ടൈറ്റ് ഫിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ബി എൻ ഇഡിയറ്റ് അല്ല, ടു ബി എൻ ആർട്ടിസ്റ്റ് അല്ല, ടു ബി എ മൈസർ പിശുക്കനാവുക. പിശുക്കൻ എപ്പോഴും എന്താ ചെയ്യുക? പൈസ ചിലവാക്കാൻ മടിക്കും. അപ്പോൾ അയാൾ ടൈറ്റ് ഫിസ്റ്റഡ് ആണ്. കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്ന ആളാണ്. കൈ തുറന്ന് പോക്കറ്റിൽ കൈയിട്ട് കാശ് ചിലവാക്കാൻ മടിയുള്ള ആളാണ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചോളൂ, അപ്പോൾ ഒന്നുകൂടി എളുപ്പമുണ്ടാവും. സോ ടു ബി ടൈറ്റ് ഫിസ്റ്റഡ് എന്ന ഇഡിയത്തിൻ്റെ അർത്ഥം ടു ബി എ മൈസർ എന്നാണെന്ന് മനസ്സിലാക്കുക. അറ്റ് ഓട്സ്. എന്താ അറ്റ് ഓട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിലാണ്, തർക്കത്തിലാണ്, ഡിസ്പ്യൂട്ടിലാണ് എന്ന് പറയുന്നതിനെയാണ് അറ്റ് ഓട്സ് എന്ന് പറയാം. അപ്പോൾ അറ്റ് ഓട്സ് മീൻസ് ഇൻ എ ഡിസ്പ്യൂട്ട്. വി ആർ അറ്റ് ഓട്സ്. ഞങ്ങൾ തെറ്റിലാണ്, ഞങ്ങൾ അത്ര നല്ല ടേംസിലില്ല. വി ആർ അറ്റ് ഓട്സ് എന്ന് പറഞ്ഞാൽ വി ആർ ഇൻ എ ഡിസ്പ്യൂട്ട് എന്നാണ് അർത്ഥം വരുന്നത്. മനസ്സിലാക്കി വെച്ചോളുക. ദ ലൈറ്റ്സ് ആർ ഓൺ ബട്ട് നോബഡി ഈസ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയാണ് അയാൾ. അയാളൊരു ആൺകുട്ടിയാണ്, പക്ഷേ സ്മാർട്ടല്ല, അത്ര സ്മാർട്ടൊന്നുമല്ല, പക്ഷേ ഹീസ് എ ബോയ് എന്നുള്ള അർത്ഥത്തിനാണ് ദ ലൈറ്റ്സ് ആർ ഓൺ. ലൈറ്റ് ഓൺ ആണ്, പക്ഷേ വീട്ടിൽ ആളില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണ്, പക്ഷേ അത്ര സ്മാർട്ടൊന്നുമില്ല. ആൺകുട്ടികൾ എപ്പോഴും സ്മാർട്ടായിട്ടിരിക്കണം എന്നൊക്കെയാണല്ലോ പറയാറുള്ളത്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്ന ഒരു ഇഡിയമായിരിക്കും ഇത്. ദ ലൈറ്റ്സ് ആർ ഓൺ ബട്ട് നോബഡി ഈസ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗായ് നോട്ട് സ്മാർട്ട് എന്നാണ് അർത്ഥം. ഹീസ് എ ഗായ് ബട്ട് നോട്ട് സ്മാർട്ട് എന്നാണ് അർത്ഥം വരുന്നത്. മനസ്സിലാക്കി വെച്ചോളുക. സി ഐ ടു ഐ. എന്താ സി ഐ ടു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും തമ്മിൽ അതൊന്നുമല്ല, പ്രണയമായിട്ട് യാതൊരു ബന്ധവുമില്ല. സി ഐ ടു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് എഗ്രി ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ടു എഗ്രി. ഐ സി ഐ ടു ഐ വിത്ത് ദറ്റ് പേഴ്സൺ. അയാൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, അല്ലാതെ അയാളുമായി ഫോൾ ഇൻ ലവ്, പ്രണയത്തിലാണെന്നുള്ളത് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഫോൾ ഇൻ ലവ് ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഇഡിയംസ് ആയിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇഡിയംസ് വളരെ പ്രധാനപ്പെട്ട ഒരു
ഏരിയ തന്നെയാണ്. ക്ലീയിൽ സ്ഥിരമായി ചോദിച്ചു വരുന്നതാണ്, എല്ലാ വർഷങ്ങളും ചോദിച്ചു വരുന്ന ഒന്നാണ്. പല വർഷങ്ങളിലും പല ഏരിയ ഒഴിവാക്കിയപ്പോഴും ഇഡിയംസിനെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ നോക്കിക്കാണുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് കറക്റ്റ് ആവശ്യമുള്ള ക്ലീക്ക് വരുന്ന സ്ഥിരമായി കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുന്ന ഇഡിയംസിന് തയ്യാറെടുക്കുക. സോ വരാൻ സാധ്യതയുള്ള ഒരു സെറ്റ് ഓഫ് ഇഡിയംസ് നിങ്ങളുമായിട്ട് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് എപ്പോഴും പറയാനുള്ളത് തന്നെയാണ് ഇന്നും പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ക്ലിയർ നിങ്ങളുടെ മുന്നിലുള്ള സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഏരിയകൾ മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ആ ടോപ്പിക്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ക്ലീ എക്സാമിനേഷന് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കൽ കൂടി പറയുന്നത്, നിങ്ങൾ ലോമനൻസ് ജോബ് സെക്യൂരിയുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അത് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.